ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മാലിന്യമുക്തമായ ഭാരതമെന്ന ഗാന്ധിജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സ്വച്ഛ് ഭാരത് പദ്ധതിയെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോടിനെ മാലിന്യമുക്തമാക്കാൻ കോർപ്പറേഷൻ ക്ലീൻ കാലിക്കറ്റ് പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ ഈ പദ്ധതി മുന്നേറുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വെള്ളയിലെ സിവിൽ സപ്ലൈസ് ഡിപ്പോ ബേപ്പൂരിലേക്ക് മാറ്റുന്നതിനെതിരെ FCA സബ് ഡിപ്പോ കോർഡിനേഷൻ കമ്മിറ്റി. റേഷൻ സാധനങ്ങളുടെ സംഭരണ വിതരണത്തിൽ നിന്നും നടുവട്ടം ഗോഡൌണിനെ ഒഴിവാക്കരുതെന്ന് CITU ബേപ്പൂർ യൂണിറ്റ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചു. കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സ്വച്ഛ ഭാരതവും ക്ലീൻ കാലിക്കറ്റും. വാർത്തകൾ വിശദമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് NREGA വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലാളികൾ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ മാസ്റ്റർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറുക, തൊഴിലാളികൾക്ക് തൊഴിലവസരം നൽകുക, തൊഴിൽ ദിവസം വർഷത്തിൽ 200 ആക്കുക, കൂലി 320 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം 9 മുതൽ 4 വരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREGA വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുരുവട്ടൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. 10ഓളം പഞ്ചായത്തുകളിൽ നിന്നും 500ഓളം വനിതകൾ സമരത്തിൽ പങ്കാളികളായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി K ചന്ദ്രൻ മാസ്റ്റർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഒന്നാം UPA ഗവൺമെന്റ് ഫലപ്രദമായ കാര്യം നടപ്പിലാക്കി എന്ന പേര് പറഞ്ഞുകൊണ്ടു രണ്ടാമത് UPA ഗവൺമെന്റിനും അധികാരത്തിൽ വരാൻ അവസരമുണ്ടായിട്ടുണ്ട് അവർ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് പദ്ധതി ആവിഷ്കരിക്കാൻ ഇടവന്നത് ഇന്ത്യ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ ഗവൺമെന്റിന് പിന്തുണ നൽകിയതിന്റെ ഭാഗമായിട്ടാണ്. ഏരിയ കമ്മിറ്റി അംഗം P ശശിധരൻ, വാർഡ് മെമ്പർ P അനിൽകുമാർ, കർഷക സംഘം നേതാക്കളായ C കുമാരൻ, അശോകൻ മാസ്റ്റർ, K മോഹൻദാസ്, KM ഷീബ, VK റിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളയിലെ സിവിൽ സപ്ലൈസ് ഡിപ്പോ ബേപ്പൂരിലേക്ക് മാറ്റണമെന്ന തൊഴിലാളി സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സിവിൽ സപ്ലൈസ് FCA സബ് ഡിപ്പോ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ റേഷൻ വിതരണ രംഗത്തെ തൊഴിൽ തർക്കങ്ങളും തടസ്സങ്ങളും വർദ്ധിക്കാൻ മാത്രമേ ഈ തീരുമാനം ഉപകരിക്കൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിപ്പോ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബേപ്പൂരിലെ തൊഴിലാളി സംഘടനകൾ നിരന്തരം പത്രപ്രസ്താവനകൾ ഇറക്കി വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. FCAയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള വെള്ളയിൽ ഡിപ്പോയിലേക്ക് വളരെ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബേപ്പൂരിലേക്ക് മാറ്റുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിന് ഉണ്ടാക്കുമെന്നും സിവിൽ സപ്ലൈസ് FCA സബ് ഡിപ്പോ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പക്ഷെ പ്രശ്നമില്ലാതെ അവിടുന്ന് തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം മതഭാഗത്തിന് പ്രശ്നവാദം നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ടുള്ള അടിസ്ഥാനമാണ് ഞാൻ അത് വിളിച്ചത്. റേഷൻ വിതരണ രംഗത്ത് 30 വർഷത്തിലധികമായി ജോലി ചെയ്തു വരുന്നവരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നും വെള്ളയിൽ ഡിപ്പോയോട് ചേർന്നുള്ള 46 സെന്റ് സ്ഥലത്ത് ഗോഡൌൺ നിർമ്മിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നിലവിലുള്ള റേഷൻ വിതരണം ബേപ്പൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്നും സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. റേഷൻ സാധനങ്ങളുടെ സംഭരണ വിതരണത്തിൽ നിന്നും ബേപ്പൂർ നടുവട്ടം CDA ഗോഡൌണിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ ധർണ നടത്തി. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ഗോഡൌൺ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ഫറോക്ക് ഏരിയ സെക്രട്ടറി KV ശിവദാസ് ഉദ്ഘാടനം ചെയ്തു.
റേഷനരിയും സാധനങ്ങളും നടുവട്ടം ഗോഡൌണിൽ നിന്നും വിതരണം ചെയ്യുക, ജില്ലാ കലക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കുക, ജില്ലാ കലക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാത്ത AMനെ പുറത്താക്കുക, റേഷനരിയും സാധനങ്ങളും തിരിമറി നടത്തുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബേപ്പൂർ നടുവട്ടം സിവിൽ സപ്ലൈസ് ഓഫീസിനു മുമ്പിൽ CITയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. KV ശിവദാസൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗോഡൌണുകളൊന്നും തന്നെ മതിയാവാതെ പുതിയ ഗോഡൌണുകൾ വലിയ രൂപത്തിലുള്ള വാടകയാണ് ഇത്തരം ഗോഡൌണുകൾക്ക് സ്വകാര്യ മുതലാളിമാർ നിശ്ചയിക്കുന്നത് നൽകുന്നതും. PP മുഹമ്മദ് അഷ്റഫ്, P പ്രകാശൻ, കരുവള്ളി ശശിധരൻ, K സിദ്ധാർത്ഥൻ, N അനിൽകുമാർ, കിടുങ്ങത്ത് ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ലോക് ജനശക്തി പാർട്ടിയുടെ സ്ഥാപക ദിനാചരണം ശുചിത്വ ദിനമായി ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രവർത്തകർ വെസ്റ്റ് ഹിൽ ഗോഡൌൺ പരിസരം ശുചീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M മെഹബൂബ് നേതൃത്വം നൽകി. ശുചിത്വ ഭാരതം എന്ന മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച സ്വച്ഛ് ഭാരത് പദ്ധതി നടപ്പിലാക്കി വരികയാണ്. വീടും പൊതുയിടങ്ങളും ശുചീകരിച്ച് മാലിന്യങ്ങളെ വലിച്ചെറിയാതെ സംസ്കരിക്കുക എന്ന പദ്ധതിയുടെ സന്ദേശത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി ലോക് ജനശക്തി പാർട്ടിയുടെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വെസ്റ്റ് ഹിൽ ഗോഡൌൺ പരിസരം പാർട്ടി പ്രവർത്തകർ ശുചീകരിച്ചു. ശുചീകരണ പരിപാടികളെക്കുറിച്ച് പാർട്ടി സംസ്ഥാന ചെയർമാൻ M മെഹബൂബ്. പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ലോക് ജനശക്തി പാർട്ടി അതിന്റെ സ്ഥാപക ദിനമായ ഇന്ന് സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി FCI ഗോഡൌണുകളിൽ പരിസര പ്രദേശങ്ങളിലും മറ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിലും ക്ലീനിംഗ് നടത്തുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കോഴിക്കോടുള്ള വെസ്റ്റ് ഹില്ലിന്റെ സമീപ പ്രദേശത്ത് ഈ ഗേറ്റിന് പുറത്ത് വെസ്റ്റ് ഹിൽ ഗോഡൌണിന്റെ ഗേറ്റ് FCI ഗോഡൌണിന്റെ പുറത്ത് നമ്മൾ പരിസര ശുചീകരണം നടത്തുന്നത്. വെസ്റ്റ് ഹിൽ ഗോഡൌൺ പരിസരത്തെ മാലിന്യങ്ങൾ അടിച്ചു നീക്കിയും കാടുകൾ വെട്ടി നീക്കിയും ശുചീകരണ പ്രവർത്തികൾ നടന്നു. പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, UA രാജീവ്, അസ്മിൽ, ഇസ്മായിൽ അരൂർ, സജ്ജാദ്, രത്നാകരൻ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നമ്മുടെ ഈ പരിപാടി കൊണ്ടാടുന്നുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ ശുചിത്വ പരിപാടിയും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവൃത്തികൾ നടത്തുമെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. കോർപ്പറേഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ക്ലീൻ കാലിക്കറ്റ് പദ്ധതിയുടെ രണ്ടാം ഘട്ട ശുചീകരണ പ്രവർത്തികളുടെ ഭാഗമായി വട്ടാമ്പൊയിൽ പ്രദേശം ശുചീകരിച്ചു. കൌൺസിലർ MT പത്മ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കാൻ കോർപ്പറേഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ക്ലീൻ കോഴിക്കോട് പദ്ധതിയുടെ രണ്ടാംഘട്ട ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി വട്ടാമ്പൊയിൽ പ്രദേശം ശുചീകരിച്ചു. വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ, കാലിക്കറ്റ് വിമൻസ് കോളേജ്, സിറ്റി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ, കോർപ്പറേഷൻ 7ാം വാർഡ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. പരിപാടിയെക്കുറിച്ച് വർവ പ്രസിഡന്റ് പ്രശാന്ത് കളത്തിങ്ങൽ. വട്ടാമ്പൊയിൽ ഏരിയ റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ രണ്ടാം ഘട്ടം ക്ലീനിംഗ് ആണ് ഇന്ന് നടന്നത്. ഒന്നാം ഘട്ടം ക്ലീനിംഗ് നമ്മുടെ ബഹുമാനിയായ കോഴിക്കോട് മേയർ ശ്രീമതി AK പ്രേമചന്ദ് നിർവഹിക്കുകയും അതിന്റെ രണ്ടാം ഘട്ട പരിപാടിയാണ് ഇന്ന് ഔദ്യോഗികമായി പത്മ ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോടിന് തന്നെ മാതൃകയായി പ്രവർത്തനം നടത്തുക, വട്ടാമ്പൊയിൽ ക്ലീൻ കാലിക്കറ്റായ വട്ടാമ്പൊയിലിനെയും അതിന്റെ കൂടെ നമ്മളും ഇതിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്. ഒരു പ്രദേശം, ഒരു കാലിക്കറ്റ് കോഴിക്കോട് കോർപ്പറേഷന്റെ പദ്ധതിക്ക് ഞങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. കൌൺസിലർ MT പത്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ കാലിക്കറ്റിന്റെ ഭാഗമായി തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഇത്. ഒന്നാം ഘട്ടം പ്രശാന്ത് കളത്തിങ്ങൽ, BV മുഹമ്മദ് അഷ്റഫ്, കൌൺസിലർ ബ്രസീലിയ ഷംസുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബദറുദ്ദീൻ, രാധ S മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യ പട്ടിന് ഇനി 10ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്.
ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദിശ 2014 തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം NSS സ്റ്റേറ്റ് ലൈസൺ ഓഫീസർ ഡോക്ടർ കെ പ്രകാശ് നിർവഹിച്ചു. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ ശില്പശാലയ്ക്ക് തുടക്കമായി. ദിശ 2014 എന്ന് പേരിട്ട ലീഡർഷിപ്പ് ക്യാമ്പിൽ വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. NSS സ്റ്റേറ്റ് ലൈസൺ ഓഫീസർ ഡോക്ടർ കെ പ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാലിക്കറ്റ് പ്രിൻസിപ്പൽ M സുശീൽ കുമാർ അധ്യക്ഷം വഹിച്ചു. NSS IHRD സെൽ കോർഡിനേറ്റർ ഡോക്ടർ CR അജിത് സെൻ മുഖ്യപ്രഭാഷണം നടത്തി. NSS നോർത്ത് സോൺ ലീഡർ KK സതീശൻ, ക്യാമ്പ് ഡയറക്ടർ മഹേഷ് പാവങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. ദാഹമകറ്റാൻ സംഭാരം നൽകി കാരപ്പറമ്പ് അയ്യപ്പ ഭക്തസംഘം മാതൃകയാകുന്നു. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചാണ് സംഭാര വിതരണം. അയ്യപ്പൻ വിളക്കു ദിവസമായ ഡിസംബർ 20 വരെ സംഭാരം വിതരണം ചെയ്യും. ദാഹിച്ചെത്തുന്നവർക്ക് സംഭാരം നൽകി കാരപ്പറമ്പ് അയ്യപ്പ ഭക്തസംഘം മാതൃകയാകുന്നു. 18ാം അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചാണ് കാരപ്പറമ്പിൽ മണ്ഡലം 1 മുതൽ സംഭാര വിതരണം ആരംഭിച്ചത്. അയ്യപ്പൻ വിളക്കു ദിവസമായ ഡിസംബർ 20 വരെ ഇത് തുടരും. ദിവസവും രാവിലെ 11-ന് സംഭാര വിതരണം ആരംഭിക്കും. 20 ലിറ്റർ മോരാണ് കലക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. അത് തീരും വരെ നൽകും. സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടേറെ പേർ ദിവസവും സംഭാരം കുടിച്ച് ദാഹം അകറ്റുന്നുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് വ്രതമെടുക്കുന്നവരും ഇവിടെ നിന്ന് ദാഹശമനം വരുത്തുന്നു. സംഭാര വിതരണം എല്ലാവർക്കും നടത്തുന്നുണ്ട്. സൗജന്യമായി എല്ലാവർക്കും ദാഹം അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയായിട്ടും ഭഗവാന്റെ ഒരു പുണ്യകർമ്മമായിട്ടുമാണ് ഞങ്ങൾ കാണുന്നത്. മാനഞ്ചിറ മൈതാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിട്ടുനൽകുന്നതിൽ പ്രതിഷേധിച്ച് തകിൽ വാദനവും മാജിക് ഷോയും നടത്തി. കാഴ്ച സാംസ്കാരിക വേദി കോഴിക്കോടാണ് കലാപ്രകടനവുമായി പ്രതിഷേധിച്ചത്. മാനാഞ്ചിറ മൈതാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയാക്കുന്നതിന്റെ കാഴ്ച കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചു. നാടൻപാട്ട് കലാകാരനായ കുഞ്ഞൻ ചേളനൂരിന്റെ കലാപ്രകടനവും ഉണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി VT സുരേഷ് ഉദ്ഘാടനം ചെയ്തു. MA നാസർ അധ്യക്ഷനായിരുന്നു. TV ബാലൻ, T സുരേഷ് ബാബു, CM കേശവൻ, കരുണാകരൻ പറമ്പിൽ, സീമ കോഴിക്കോട്, റോയ് സെബാസ്റ്റ്യൻ, സന്തോഷ് പാലക്കട, ദിലീപ് ബാലൻ, രാജേഷ് പടനിലം, ഷാജി പോലൂർ എന്നിവർ സംസാരിച്ചു. മജീഷ്യൻ ബാബു മാജിക് അവതരിപ്പിച്ചു. എഴുത്തുകാരൻ PA മുഹമ്മദ് കോയയെ അദ്ദേഹത്തിന്റെ കൃതികളുടെ പുനർവായനയിലൂടെ സ്മരിക്കണമെന്നും 24 വർഷത്തെ തമസ്കരണത്തിന് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാമെന്നും ബെന്യാമിൻ. PA മുഹമ്മദ് കോയയുടെ ഓർമ്മ പുതുക്കാൻ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുൽത്താൻ വീട്, സുറുമയിട്ട കണ്ണുകൾ എന്നീ നോവലുകളുടെ രചയിതാവായ PA മുഹമ്മദ് കോയയെ അദ്ദേഹത്തിന്റെ കൃതികളുടെ പുനർവായനയിലൂടെ സ്മരിക്കണമെന്നും 24 വർഷത്തെ സംസ്കരണത്തിന് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാമെന്നും നോവലിസ്റ്റ് ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു.
നോവലിസ്റ്റ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, സ്പോർട്സ് ലേഖകൻ, സാമൂഹിക സാംസ്കാരിക ലേഖകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച PA മുഹമ്മദ് കോയയുടെ ഓർമ്മ പുതുക്കാൻ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കുറെ കാലം മുമ്പ് എപ്പോഴൊക്കെയോ ഇവിടെ വന്നിരുന്നു എന്നൊരു തോന്നൽ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന്. അപ്പോഴാണ് PA മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീടാണ് അല്ലെങ്കിൽ ആ നോവലാണ് എന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ അറിയാതെ മനസ്സിലാക്കുന്നു. UA കുമാരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ MN കാരശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. കോഴിക്കോട്ടെ കോയമാരുടെ 4 കെട്ടാണ് PA മുഹമ്മദ് കോയ രചിച്ച സുൽത്താൻ വീടെന്ന് അദ്ദേഹം പറഞ്ഞു. K അബൂബക്കർ, കവി റഫീഖ് അഹമ്മദ്, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്, ഡോക്ടർ ഷംസാസ് ഹുസൈൻ, CK താനൂർ, ഹസൻ വാടിയിൽ, EV ഉസ്മാൻ കോയ, പൂനൂർ K കരുണാകരൻ, കുഞ്ഞിക്കണ്ണൻ വാണിമേൽ, TV ബാലൻ, TP മമ്മു, KV സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് ഷഫീഖ് പുനത്തിലിന്റെ സമർപ്പൺ ചിത്ര പ്രദർശനം. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ PA മുഹമ്മദ് കോയ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പ്രശസ്തനായ പിതാവിനും പഴയകാല കോഴിക്കോടിനും ചിത്രങ്ങളിലൂടെ ഷഫീഖ് പ്രണാമം അർപ്പിക്കുന്നത്. ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് ഷഫീഖ് പുനത്തിലിന്റെ സമർപ്പൺ ചിത്ര പ്രദർശനം. 8 വയസ്സുകാരൻ പിതാവിന്റെ വിരത്തുമ്പിൽ പിടിച്ചുനിന്ന് കണ്ട കടൽ, കോഴിക്കോടിന്റെ പഴയകാല തെരുവുകൾ, അരിയുമായി എത്തിയ ഒരു പ്രശസ്തനായ പിതാവിനും പഴയകാല കോഴിക്കോടിനും ചിത്രങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുകയാണ് ഷഫീഖ്. എഴുത്തുകാരനും പത്രപ്രവർത്തകനും കളിയെഴുത്തുകാരനുമായ PA മുഹമ്മദ് കോയ മുഷ്താഖിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് മകൻ ഷഫീഖ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ജലച്ചായത്തിലുള്ള 14 ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയത്. 2 ഒഴികെ ബാക്കി എല്ലാം ഓരോരോ കഥകൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഞാൻ ബുക്ക് വായിച്ചിട്ട് ആ കഥകൾ ചെയ്യല്ല ചെയ്ത്, ഞാൻ ഇപ്പൻ്റെ കണ്ണിലൂടെ ചെറുതാവാൻ നടക്കുമ്പോൾ കണ്ട എന്നുവെച്ചാൽ ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ബാക്കിൽ ഇപ്പം എന്നെ നടന്നു പോകുന്നത് ആർദർ പെരേരിൽ ആ മറ്റേ ഉസ്താദ് എന്ന് പറഞ്ഞ ചിത്രത്തിലൊക്കെ അതൊക്കെ എന്ന് വെച്ചാൽ ആ അന്നത്തെ നിരപ്പലകയും അന്നത്തെ ആ സിറ്റുവേഷൻ ഞാൻ കഴിയുന്നത്ര എൻ്റെ ജനറേഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് കാണുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം സബ്മിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. PA മുഹമ്മദ് കോയയുടെ കഥകളിലെയും നോവലുകളിലെയും കഥാസന്ദർഭങ്ങളാണ് ചിത്രങ്ങൾക്ക് പ്രചോദനം. ദീപകഥ എന്ന ചെറുകഥയിലെ മൊല്ലാക്കയും 3-ാം ഭാര്യയും, ഗോൾ എന്ന കഥയിലെ ഗാലറിയിൽ ആവശ്യം തീർക്കുന്ന നീലസാരി അണിഞ്ഞ സ്ത്രീയും, വിഖ്യാതമായ നോവൽ സുൽത്താൻ വീടിലെ ഉസ്താദ് തുടങ്ങിയ കഥാപാത്രങ്ങൾ ജലച്ചായത്തിലൂടെ പുനർജനിക്കുന്നു. ഡിസംബർ 1 പ്രദർശനം സമാപിക്കും. രാവിലെ 11 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി തുലാം 29, 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തപസ്യ കലാ സാഹിത്യവേദിയുടെ സഞ്ജയൻ പുരസ്കാരം മാടമ്പ് കുഞ്ഞിക്കുട്ടന് മഹാകവി അക്കിത്തം സമർപ്പിച്ചു. ചടങ്ങിൽ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ഭൂമിവാതുക്കൽ സൂര്യോദയം പുസ്തകവും പ്രകാശനം ചെയ്തു. തപസ്യ കലാ സാഹിത്യവേദിയുടെ സഞ്ജയൻ പുരസ്കാരം മാടമ്പ് കുഞ്ഞിക്കുട്ടന് നൽകി. മഹാകവി അക്കിത്തം പുരസ്കാരദാനം നിർവഹിച്ചു. ശ്രീ മാടമ്പിനെ പൊന്നാ
സഞ്ജയൻ എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ളയാളായിരുന്നുവെന്ന് മാടമ്പ് പറഞ്ഞു. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ അറിവ് ബ്രിട്ടീഷുകാരെ പോലും അതിശയിപ്പിച്ചതാണെന്നും മാടമ്പ് കൂട്ടിച്ചേർത്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ തപസ്യ പ്രസിഡന്റ് എസ് രമേശൻ നായർ അധ്യക്ഷം വഹിച്ചു. പ്രൊഫസർ കെ പി ശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീജിത്ത് മൂത്തടത്തിന്റെ ഭൂമിവാതിക്കൽ സൂര്യോദയം മാടമ്പ് കുഞ്ഞിക്കുട്ടൻ പ്രകാശനം ചെയ്തു. പ്രൊഫസർ തുറവു വിശ്വംഭരൻ, പി കൃഷ്ണമൂർത്തി, ബി ഗിരിരാജൻ, പി ബാലകൃഷ്ണൻ, അനൂപ് കുന്നത്ത് എന്നിവർ സംസാരിച്ചു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിനയവും പക്വതയും ഉണ്ടെങ്കിൽ മാത്രമേ അറിവിന്റെ മഹത്വം നമ്മെ അനുഗ്രഹിക്കൂവെന്ന് സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. സംബോധ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗീതാജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി അദ്വൈത മകരന്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സംബോധ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഗീതാജ്ഞാനയജ്ഞ പരിപാടികൾ തളി സാമുദ്രി ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് നടന്നുവരുന്നത്. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഭഗവത്ഗീതയിലെ 9ാം അധ്യായം രാജവിദ്യ രാജ്യ ഗുഹ്യയോഗത്തെക്കുറിച്ചാണ് വൈകിട്ട് 6 മുതൽ 7:30 വരെ പ്രഭാഷണം നടക്കുന്നത്. ഭഗവത്ഗീത സമഗ്ര പ്രശ്നപരിഹാര ഗ്രന്ഥമാണ്, മോക്ഷശാസ്ത്രമാണ്. ഓരോരുത്തരുടെയും മുക്തിസങ്കല്പവും വ്യത്യസ്തമായേക്കാം. നമ്മുടെ സങ്കട ചുറ്റുപാടിൽ നിന്നൊരു മോചനത്തിനായി ഭഗവത്ഗീതയെ ആശ്രയിക്കുവാൻ നിശ്ചയിക്കാം. ഗീത പകർന്നു തരുന്ന അറിവ് സ്വന്തമാക്കും പ്രകാരം നമുക്ക് രക്ഷയുണ്ടാകുന്നുവെന്ന് സ്വാമിജി പറഞ്ഞു. 9ാം അധ്യായത്തിൽ ബ്രഹ്മവിദ്യയാണ് പ്രതിപാദിക്കുന്നത്. ബ്രഹ്മം എല്ലാറ്റിനും ആധാരമായ സത്യമാണ്, വളരെ ആസ്വാദികരമായ തത്വവുമാണ്. അസൂയ എന്ന ദുർഗുണം നമ്മെ ഭരിക്കുമ്പോൾ കാര്യങ്ങൾ നന്നായി കാണാൻ പ്രയാസമാണ്. അസൂയ തോന്നുന്നിടത്തൊക്കെ ബഹുമാനം വളർത്താൻ നിശ്ചയിച്ചാൽ മതി. അസൂയയെ ജയിച്ച് ഈ ലോകത്തിന്റെ പ്രകൃതം പഠിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ശരികളിൽ നിന്നും കൂടുതൽ ഉന്നതമായ ശരികളിലേക്ക് ഉയരാൻ കഴിയുമെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ശ്രദ്ധ എന്നതും മഹത്തായ ഗുണമാണ്. ഇക്കാലത്ത് ഒന്നിനും ഒരു ഗൗരവം കൽപ്പിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും ഒരു നിസാര ബുദ്ധി പുലർത്തുന്നത് നന്നല്ല. വിനയവും പക്വതയും ഉണ്ടെങ്കിലേ അറിവിന്റെ മഹത്വം നമ്മെ അനുഗ്രഹിക്കുകയും സ്വസ്ഥത നൽകാൻ സഹായിക്കുകയുമുള്ളൂ. നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ശാന്തി നിലനിർത്തുന്നതാണെന്ന ബോധ്യം നമ്മെ ആത്മീയതയുടെ വഴിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവംബർ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് യജ്ഞം നടക്കുന്നത്. യജ്ഞത്തോടനുബന്ധിച്ച് 27 മുതൽ രാവിലെ 7 മുതൽ 8 വരെ അദ്വൈത മകരന്തം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം നടക്കുന്നുണ്ട്. 29-30 തീയതികളിൽ സ്വാമിജിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമവും മാതൃപൂജയും നടക്കും. യജ്ഞ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വിറ്റൽ ദാസ് റാവു, ജനറൽ കൺവീനർ പി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അമ്പിളി സുധീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബിലാത്തിക്കുളം NSS കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ കൃത്രിമ കാൽ വിതരണം ചെയ്തു. കെ അബ്ദുള്ള വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബിലാത്തിക്കുളം NSS കരയോഗം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ കൃത്രിമ കാൽ വിതരണം ചെയ്തു. കെ അബ്ദുള്ള വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് വത്സല ഗോപിനാഥ് അധ്യക്ഷം വഹിച്ചു. കെ പി രാമചന്ദ്രൻ, പി എസ് ശ്രീധരൻപിള്ള, ഡോക്ടർ കെ ഷീല, കെ സി അബു, രേണുകാദേവി, തോട്ടത്തിൽ രവീന്ദ്രൻ, പൂളയ്ക്കൽ ശ്രീകുമാർ, ജോർജ് ജോസഫ്, വി പി ഗോപി നായർ, രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. NSS ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി ലഭിച്ച 27 അപേക്ഷകരിൽ നിന്ന് അർഹരായ 21 പേരെ കണ്ടെത്തിയാണ് കൃത്രിമ കാലുകൾ വിതരണം ചെയ്തത്. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയ ആരോഗ്യ പരിപാടിയായ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ ടി രജനി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആരോഗ്യ ദൌത്യം വിദ്യാലയ ആരോഗ്യ പരിപാടിയായ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ ടി രജനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രിൻസിപ്പാൾ PJ ലൂസി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാഫ് സെക്രട്ടറിമാരായ മുഹസിൻ, അബ്ബാസ്, സ്കൂൾ ഹെൽത്ത് നഴ്സ് ദീപ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P ഹരികുമാർ, സന്തോഷ് കുമാർ, P ജയചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. എടക്കാട് ശ്രീ സുബ്രഹ്മണ്യ ഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വിവിധ പരിപാടികളോടെ പുരോഗമിക്കുന്നു. ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. 22-ന് ശനിയാഴ്ച മഹാഗണപതി ഹോമത്തോടെ തുടക്കമായ സപ്താഹയജ്ഞത്തിന് നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന രുക്മിണി സ്വയംവരം ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്.
29-ന് സപ്താഹയജ്ഞം സമാപിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലയാള ചലച്ചിത്ര നിർമ്മാതാവും സാമൂഹിക പ്രവർത്തകനുമായിരുന്ന NP അബുവിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ NP അബു മെമ്മോറിയൽ അവാർഡ് 2013 പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രതിഭകൾക്കാണ് അവാർഡ് നൽകുന്നത്. കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഡിസംബർ 14-ന് തളിപ്പറമ്പിൽ വെച്ച് നടക്കും. KSTMA സംസ്ഥാന പ്രസിഡന്റ് വക്കച്ചൻ പുല്ലാട്ടിന്റെ അധ്യക്ഷതയിൽ PK ശ്രീമതി MP പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചൈനയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വുഷു ജഡ്ജ് ഹയർ ഗ്രേഡ് എക്സാമിനേഷൻ ആൻഡ് സെമിനാറിൽ A ഗ്രേഡ് നേടിയ CP ആരിഫ് പാലാഴിക്ക് സ്വീകരണം സംഘടിപ്പിക്കുന്നു. നവംബർ 30-ന് പാലാഴിയിൽ നടക്കുന്ന പരിപാടി പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ഭാഷാ സമന്വയവേദിയുടെ ആഭിമുഖ്യത്തിൽ വിവർത്തക സംഗമം സംഘടിപ്പിക്കുന്നു. UA ഖാദറിന്റെ തൃക്കോട്ടൂർ നോവലുകൾ കന്നഡ, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തവരും ഗ്രന്ഥകർത്താവും സംഗമത്തിൽ സംബന്ധിക്കും. ഡിസംബർ 1-ന് അളകാപുരിയിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ ഭാഷാ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡോക്ടർ ആർസു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം ലിറ്റററി ക്ലബ്ബ് ആരംഭിക്കുന്നു. ലിറ്റററി കേരള ഘടകത്തിന്റെ ഉദ്ഘാടനം നവംബർ 30 IMA ഹാളിൽ സാഹിത്യകാരൻ UK കുമാരനും IMA പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് N കുമാറും ചേർന്ന് നിർവഹിക്കും. ഡോക്ടർമാരിലെ സാഹിത്യവാസനയെ ഉണർത്തുവാനും സാഹിത്യത്തിന് രോഗരഹിതമായ ജീവിതം സാധ്യമാക്കാനാവും എന്ന് തെളിയിക്കാനുമാണ് ഈ സംരംഭമെന്ന് ലിറ്റററി ക്ലബ്ബ് ചെയർപേഴ്സൺ ഡോക്ടർ PA ലളിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളയിലെ സിവിൽ സപ്ലൈസ് ഡിപ്പോ ബേപ്പൂരിലേക്ക് മാറ്റുന്നതിനെതിരെ FCA സബ് ഡിപ്പോ കോർഡിനേഷൻ കമ്മിറ്റി. റേഷൻ സാധനങ്ങളുടെ സംഭരണ വിതരണത്തിൽ നിന്നും നടുവട്ടം ഗോഡൌണിനെ ഒഴിവാക്കരുതെന്ന് CITU ബേപ്പൂർ യൂണിറ്റ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചു. കോഴിക്കോട് നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സ്വച്ഛ ഭാരതവും ക്ലീൻ കാലിക്കറ്റും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.